അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الكرام أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإلى عاد أخاهم هودا قال يا قوم اعبدوا الله ما لكم من إله غيره إن أنتم إلا مفترون. يا قوم لا أسألكم عليه أجرا إن أجري إلا على الله الذي فطرني أفلا تعقلون. فيا قوم استغفروا ربكم ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. صدق الله العظيم. ബഹുമാനരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഭൂമിയിലെ ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാമയുടെ സംഭവ ബഹുലമായ ചരിത്രമാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരാമർശിച്ചത്. 1060 സംവത്സരങ്ങളുടെ ജീവിതത്തിൽ 950 കൊല്ലവും പ്രബോധനം നടത്തിയ മഹാനായ ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. വളരെ കുറഞ്ഞ 100 താഴെ ആളുകൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രബോധനം കേട്ട് സത്യവിശ്വാസം സ്വീകരിച്ച് രക്ഷപ്പെട്ടുള്ളൂ എന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലായി. നൂഹ് നബിക്ക് 4 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ വെള്ളത്തിൽ വീണ് മരിച്ചു, നിഷേധികളുടെ കൂട്ടത്തിൽപ്പെട്ടു. പിന്നെ 3 മക്കൾ, ഹാമും സാമും യാഫിദ്. ഈ ഹാമിൻ്റെയും സാമിൻ്റെയും യാഫിദിൻ്റെയും പിന്മുറക്കാരാണ് അധികവും ഭൂലോകത്തുള്ളത്. അറബികളും പേർഷ്യക്കാരും തുർക്കികളും ഇന്ത്യക്കാരും അതുപോലെ മംഗോളിയന്മാരും ആഫ്രിക്കക്കാരുമൊക്കെ അവരുടെ പിൻഗാമികളാണ് എന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. പ്രളയം കഴിഞ്ഞതിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാം ഏതാണ്ട് 60 കൊല്ലം ആ സമൂഹത്തോടൊപ്പം ജീവിച്ചതായിട്ടാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തൗഹീദ്, അതിനനുബന്ധമായ നടപടിക്രമങ്ങൾ, കാര്യങ്ങളൊക്കെയാണ് നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയെ പഠിപ്പിച്ചത് നമുക്കറിയാം. ആദം നബി അലൈഹിസ്സലാമയുടെ കാലം മുതൽ തുടർന്നു വന്നിരുന്ന സഹോദരീ സഹോദര വിവാഹം, മാതൃ സഹോദരങ്ങളെ വിവാഹം കഴിക്കാനുള്ള ആ സംരംഭം, ആ നിയമം നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചു. ഭൂമിയിൽ പിന്നെ സഹോദരൻ സഹോദരിയെ കല്യാണം കഴിക്കുക എന്ന ഒരു ഏർപ്പാട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ശരീഅത്ത് നൂഹ് നബി അലൈഹിസ്സലാമെ കൊടുത്തു. ആദം നബിക്കും അതുപോലെ തന്നെ ആദമിൻ്റെ പുത്രനായ ഷീസിനും അതുപോലെ തന്നെ അഖ്നാസ് എന്ന് പറയുന്ന ഇദ്രീസ് നബിക്കുമൊക്കെ ഉണ്ടായിരുന്നത് ഒരു
പൂർണ്ണ ശരീഅത്തായിരുന്നില്ല. അടിസ്ഥാനപരമായ തൗഹീദി ചിന്താഗതിയും അതിന് പര്യാപ്തമായ ധാർമ്മിക സദാചാര മൂല്യങ്ങൾക്കുള്ള ചില ഉപദേശങ്ങളായിരുന്നു. ഒരു ശരീഅത്ത് എന്നുള്ള നിലയ്ക്ക് നൽകപ്പെട്ടത് നൂഹ് അലൈഹിസ്സലാമാണ്. അർസൽന, റസൂലായിട്ടാണ് അയച്ചത് എന്നാണ് ഖുർആനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആദം നബി മുതൽ മനുഷ്യാരംഭത്തിൽ ആളുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് ഏർപ്പാടാക്കിയിരുന്ന ചില നടപടിക്രമങ്ങൾ അല്ലാഹു തആല അവസാനിപ്പിക്കുന്നു. സഹോദരിയെ സഹോദരൻ കല്യാണം കഴിക്കാൻ പാടില്ല എന്നുള്ളത്. ആ നിയമം ആദം നബി അലൈഹിസ്സലാം നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്താണ് വന്നത്. നൂഹ് നബി അലൈഹിസ്സലാം മരിച്ചു. മക്കള് നാനാഭാഗത്തും പോയി. അതായത് മെസ്സപ്പൊട്ടോമിയിൽ നിന്ന് ഒരാൾ ആഫ്രിക്കയിലേക്ക് പോയി, ഒരാൾ മധ്യേഷ്യയിലേക്ക് പോയി, മധ്യേഷ്യയിൽ നിന്ന് വന്നൊരു പിന്നെ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ അവരിങ്ങനെ വളർന്ന് വലുതായി. അപ്പോൾ ഇവർ വളർന്ന് വലുതായപ്പോൾ സ്വാഭാവികമായിട്ടും നൂഹ് നബി അലൈഹിസ്സലാമയുടെ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ടാണ്. കാലചക്രം തിരിഞ്ഞപ്പോൾ ആ പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും മനുഷ്യന്മാർ മറ്റ് ബിംബാരാധന ഏർപ്പാടുകളൊക്കെ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്നത് പോലെ തന്നെ ബിംബാരാധനകളൊക്കെ വരികയും ചെയ്തു. അങ്ങനെ നൂഹ് നബിയുടെ കാലത്തുണ്ടായിരുന്ന അതേപോലെയുള്ള ബിംബാരാധന വീണ്ടും വന്നപ്പോൾ അതിലേറ്റവും പ്രമുഖമായ ഒരു സമുദായത്തിലേക്ക്, ആദ്യ സമുദായത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു പ്രവാചകനെ നിയോഗിക്കുന്ന ചരിത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നെ പറഞ്ഞു കൊടുക്കുന്നത്. പ്രവാചകന്റെ ജന്മനാൾ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഈ മാസത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രമായി ഇറങ്ങുന്നത് നല്ലതാണ്. അത് ഇബാദത്തിന്റെ ഭാഗമാണ് എന്നുള്ള നിലക്കല്ല. അതായത് ഇപ്പോഴും പ്രവാചകനെ ഓർമ്മിക്കുക എന്നുള്ളത് നമുക്ക് ഫർളായ സംഗതിയാണ്. പ്രവാചകനെ സ്മരിക്കാത്ത ഒരിക്കലും മുസ്ലിം ആവാൻ പറ്റില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമസ്കാരത്തിൽ നമ്മൾ തഹിയ്യാത്തിൽ പ്രവാചകന്റെ പേര് പറയുന്നതാണ്. അതിന് പ്രത്യേക ചടങ്ങുകളോ ഏർപ്പാടുകളോ ഒന്നുമല്ല. പ്രവാചക സ്മരണ എപ്പോഴും മനുഷ്യന് നിർബന്ധമായി ഉണ്ടായിരുന്നു. ഈ പ്രവാചക സ്മരണയിൽ തന്നെയാണ് മറ്റെല്ലാ പ്രവാചകന്മാരുടെ സ്മരണയും അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയിരിക്കുന്നത്. നൂഹ് നബിയുടെ പുത്രൻ സാമിന്റെ പുത്രൻ ഇറം, ഇറമിന്റെ പുത്രൻ ഔസ്, ഔസിന്റെ പുത്രൻ ആദ്. ആദാണ് അവരുടെ കുലപതി. സൂറത്തുൽ അഅറാഫിലും സൂറത്തുൽ ഹൂദിലും സൂറത്തുൽ ശുഅറായിലും ഫുർഖാനിലും അൻകബൂത്തിലും ഫുസ്സിലത്തിലും അഹ്ഖാഫിലും ദാരിയാത്തിലും നജ്മിലും അൽഹാഖയിലും ഖമറിലും അൽ ഫജ്റിലും ഈ ആദ്യ സമുദായത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ചിലർക്ക് ഹ്രസ്വമായ പരാമർശങ്ങളാണ്. അപ്പോൾ വളരെ ഗൗരവപൂർവമായ ഒരു പരാമർശമാണ് യഥാർത്ഥത്തിൽ ഈ ജനതയെ സംബന്ധിച്ച് നൽകിയിട്ടുള്ളത്. നൂഹ് നബി ചെയ്ത അതേ സംഗതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഹൂദ് നബിയും ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് നബിയും അങ്ങനെ തന്നെയാണ്. ഈ കഥയൊക്കെ മുഹമ്മദ് നബിക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി. ഇത് എന്നോ എവിടെയോ നടന്ന ഒരു സംഭവം എന്നുള്ളതിനെ കഥ കേട്ട് പോകാൻ വേണ്ടിയല്ല. അവിടെ അതിലൊരു തത്വമുണ്ട്, ഒരു സന്ദേശമുണ്ട്. അനഅബ്ദുല്ലാഹ വത്തഖുഹു വത്തിഊൻ എന്നാണ് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് ഭക്തി പുലർത്തുക, അതിന് എന്നെ പിന്തുടരുക എന്നുള്ളതാണ്. എന്നാൽ യഗ്ഫിർ ലക്കും മിൻ ദുനൂബികും വയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മ, നിങ്ങളുടെ തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരും. നിങ്ങൾക്ക് ഒരു നിശ്ചിത കാലം വരെ ഭൂമിയിൽ ശാന്തമായ നല്ല സുഭിക്ഷമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്യുന്നു. അത് എപ്പോഴും അള്ളാഹുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ നിലനിർത്തിക്കണം. ഇസ്തിഗ്ഫാറും തൗബയുമാണ് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്. മനുഷ്യന്റെ ഒരു പ്രകൃതത്തിൽ തെറ്റിന്റെ ഒരു പ്രചോദനമുണ്ട്. മനുഷ്യൻ അറിഞ്ഞും അറിയാതെയും തെറ്റിലേക്ക് ചാടും. അതുകൊണ്ട് എപ്പോഴും ഇസ്തിഗ്ഫാർ ചെയ്തോളൂ. ഇത് തന്നെയാണ് നൂഹ് നബി പറഞ്ഞതും ഇനി ഹൂദ് നബി പറഞ്ഞതും മുഹമ്മദ് നബി പറഞ്ഞതും ഇത് തന്നെയാണ്. എന്നിട്ട് അങ്ങനെ ഉണ്ടായാൽ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറൻ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. നൂഹ് നബി അങ്ങനെയാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ആകാശത്തെ മഴയായി അയച്ചു തരുമെന്ന് പറഞ്ഞാൽ സമൃദ്ധമായ മഴ നൽകുന്നു. അതുവഴി സന്താനങ്ങളെ വർദ്ധിപ്പിച്ചു തരും, അതുവഴി സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും, അതുവഴി നിങ്ങൾക്ക് ഒരുപാട് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരും, പിന്നെ നിങ്ങൾക്ക് അരുവികൾ ഒഴുക്കിത്തരുമെന്നാണ്. അപ്പോൾ മഴ ഒരു റഹ്മത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാം. സാധാരണ നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ ഒരു നാഥനോ ഒരു രക്ഷകർത്താവോ അല്ലെങ്കിൽ ഓഫീസിലെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ ഒരു മേലധികാരി ഒരു വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വാഗ്ദാനം തീർച്ചയായിട്ടും പാലിക്കുമെന്നുള്ള നിലയിൽ ആ വാഗ്ദാനം നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ കഠിനമായി അധ്വാനിക്കാറുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ യജമാനൻ, സൃഷ്ടാവ്, സംരക്ഷകൻ ഇങ്ങനെ ഒരു വലിയ വാഗ്ദാനം ചെയ്തു. നിങ്ങളെ തെറ്റുകൾ പുറത്തു തരാം, സമ്പത്ത് തരാം, അതുപോലെ തന്നെ മക്കളെ വർദ്ധിപ്പിച്ചു തരാം, ശാന്തമായ ജീവിതം തരാം, നിങ്ങൾ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇത് മാലക്കും ലില്ലാഹി മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, ഒരു ചോദ്യമുള്ള എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനം നിങ്ങൾ ഗൗരവത്തിലെടുക്കാത്തത്? ഗൗരവത്തിലെടുക്കാതെ നൂഹ് നബിയെ കളിയാക്കി പരിഹസിച്ച് ചിരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിച്ചതെന്നും കൂടെ നമുക്ക് പറഞ്ഞു. അങ്ങനെ പരിഹസിക്കുന്ന ആളുകൾ, ഭൗതിക പൂജകരായ ആളുകൾ,
എന്താണ് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിനുള്ള തടസ്സമെന്ന് നമ്മൾ കൂലങ്കഷമായി ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങളാണ്. ദുന്യാവിൽ ജീവിക്കാനുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ ഭൗതിക പൂജയാണ്. അന്ന് ആദം നബിയുടെ നോഹ നബിയുടെ കാലത്ത് ശിലാപൂജ നടത്തിയത് ആളുകൾ ഭൗതിക പൂജകരുമായിരുന്നു. ഇന്ന് ശിലാപൂജയ്ക്ക് പകരം ആത്മപൂജയും ഭൗതിക പൂജയാണ്. നമ്മുടെ തന്നെയാണ് തിരക്കിടില്ല എന്നുള്ളതിലാണ്. ഓരോരുത്തരും വിചാരിക്കുന്നത് എൻ്റെ ഒരു മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടുമാണ് ഇതൊക്കെ ലഭ്യമായത് എന്നുള്ളതാണ്. അതൊരു തരം ആത്മപൂജയാണ്. നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിന് പകരം ആ ജനതയും നമ്മളും തമ്മിൽ ഈ കാലഘട്ടത്തിലെ ജനത തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുള്ളതാണ്. അവർ ശിലാപൂജ നടത്തി, നമ്മൾ ആത്മപൂജ നടത്തി. അവർ ഭൗതിക പൂജയ്ക്ക് വേണ്ടിയാണ് ശിലാപൂജ നടത്തിയത്, നമ്മൾ ഭൗതിക പൂജയ്ക്ക് വേണ്ടി ആത്മപൂജ നടത്തുന്നു. എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ വളരെ സംതൃപ്തരാണ്. ഞാൻ ഉണ്ടാക്കിയതാണ്, ഞാൻ നേടിയതാണ്, ഞാൻ മിടുക്കനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ മോശക്കാരനല്ല, ഞാൻ എന്ന ഭാവമാണെന്നുള്ളതാണ്. അതായത് ഈ തിരമാലകളെ പോലെ എന്നുള്ളതാണ്. ഈ ഓരോ തിരമാലയും മത്സരിച്ചാവില്ല. മത്സരിച്ചു വരുന്ന ഓരോ തിരമാലയെ അടിച്ചു നശിക്കുക ചെയ്യുന്നത്. തീരത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. കടൽ തീരത്ത് നോക്കിയാൽ ഓരോ തിരമാലയും അത് അടിച്ചു വീശിയാൽ പിന്നെ അത് മരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കടലിന് അങ്ങനെ ഒരു സംഗീതമുണ്ട്, അങ്ങനെ ഒരു ഭാഷ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഞാൻ എന്ന ഭാവത്തോടു കൂടി യഥാർത്ഥത്തിൽ ആ തിരമാലകൾ പോലെ അടിച്ച് നശിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. പ്രകൃതിയിൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേ സംഗതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ അറാഫിലും ഹൂദിലും ഷുറായിലും ഒക്കെ കൂടെ ഹൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു. ഇറം എന്ന് പറയുന്നത് നൂഹ് നബിയുടെ പുത്രൻ സാമിന്റെ പുത്രനാണ് ഇറം. ഇറം ആദ് എന്നൊക്കെ പറഞ്ഞ് പല പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഇറമിന്റെ മകൻ ഔസും, ഔസിന്റെ മകൻ ആദുമാണ് ആ ഗോത്രത്തിലെ കുലപതി എന്നുള്ളത്. ഇറം യഥാർത്ഥത്തിൽ ബാബിലോണിയയിലാണ് താമസിച്ചിരുന്നത്. ബാബിലോണിയിൽ നിന്ന് ആദിന്റെ കാലത്ത് അവര് തെക്കൻ സൗദി അറേബ്യയിലേക്ക് യമനിന്റെ ഭാഗത്ത് ഹലറമൗത്തിനും യമനിനും ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്, അഹ്ഖാഫ് എന്ന് പറയുന്ന മണൽക്കൂന. ഒരുപാട് മണൽ ഇന്നും ആ പ്രദേശം നിലനിൽപ്പുണ്ട്. സൂറത്ത് അങ്ങനെ ഒരു സൂറത്തുണ്ട്, അഹ്ഖാഫ് എന്ന് പറയുന്ന സൂറത്ത്. ഹൂദ് നബിയുടെ പേരിൽ ആ ജനതയ്ക്ക് അയച്ച ഒരു പ്രവാചകൻ ഹൂദാണ്. ഹൂദ് നബിയുടെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്ത് മാറ്റും, ഒരു സൂറത്തും നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഹൂദ് എന്ന് പറയുന്നത് ഇറമിന്റെ ആ ഗോത്രത്തിൽ തന്നെ പെട്ടാണ്. അതായത് ആദം നബിയുടെ മകൻ സാമിന്റെ മകൻ അർഫ്ഷഖദ്, പിന്നെ ഷലേഖിന്റെ മകനാണ് ഹൂദ് എന്നാണ് ചില ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ചില ആളുകൾ പറയുന്നു ആദ്യമായിട്ട് സഹോദര ബന്ധമാണുള്ളത്. എന്തായിരുന്നാലും അഹാഹും ആദ എന്ന് പറഞ്ഞാൽ നൂഹ് നബിയുടെ സന്താന പരമ്പരയിൽ തന്നെയാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ്. ഏതാണ്ട് ആദം നബിയുടെ 15-ാമത്തെയോ 15-ാമത്തെയോ തലമുറയായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന് 4 പ്രധാനപ്പെട്ട മക്കളുണ്ടായിരുന്നു. കഹിത്താൻ, മുഖഹിസ്, ഖാഹിസ്, സാലിഹ്, അതായത് മുദർ. കഹിത്താൻ എന്ന് പറഞ്ഞാൽ യമനികളാണ് അത്. ഈ ഹൂദ് നബിയാണ് പ്രാകൃത അറബി സംസാരിച്ചതെന്നാണ്. മോഹൻ നബിയുടെ മകൻ കഹിത്താന്റെ മകൻ യുഅറബ് ബിൻ കഹ്താൻ എന്ന് പറയാം. ആ പേര് തന്നെ അറബ് ബിൻ കഹ്താനാണ് നമ്മുടെ മോഡേൺ അറബി ലാംഗ്വേജിന്റെ ഏറ്റവും പ്രാകൃതമായ ഭാഷ സംസാരിച്ചത്. ഇസ്മായിൽ നബിയുടെ ഭാര്യ ഈ പരമ്പരയിൽ നിന്നാണ് പിന്നെ ഉണ്ടായിട്ടുള്ളതാണ്. ഈ കഹിത്താൻ ഫാമിലിയിൽപ്പെട്ടാണ്. യഥാർത്ഥത്തിൽ അവരാണ് ഒറിജിനൽ അറബികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറിജിനൽ അറബിയല്ല, മുസ്തഅറബാണ്, അതായത് അറബിയാക്കപ്പെട്ടതാണ്. അദ്നാൻ ഗോത്രത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പൊ കഹിത്താനി ഗോത്രക്കാരും അദ്നാൻ ഗോത്രക്കാരും കൂടെ ചേർന്ന് വന്നതിൽ നിന്നാണ് ഇസ്മായിലി പാരമ്പര്യത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഖുറൈശ് ഗോത്രം അതിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ വളരെ വലിയ ചരിത്ര പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ്. ഈ ഹദറമൗത്തിന്റെ അടുത്ത് ഉള്ള സ്ഥലത്ത്, ഹദറമൗത്തിന്റെ ആ പട്ടണത്തിൽ പ്രവേശിക്കുന്നതിനടുത്ത് ഇപ്പോഴും ഹൂദ് നബിയുടെ മഖ്ബറ എന്ന് പറഞ്ഞൊരു മഖ്ബറ സ്ഥിതി ചെയ്യുന്നുണ്ട്. പലരും അവിടെ പോകലൊക്കെ ഉണ്ട്. അതാണോ എന്നൊന്നും സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്തായിരുന്നാലും ഹദറമൗത്തിൽ ആയിരുന്നു ഹൂദ് നബിയുടെ പ്രവർത്തന കേന്ദ്രമെന്ന് മനസ്സിലാക്കുന്ന ഒരുപാട് സംഗതികൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരുന്നു. വളരെ അധികായന്മാരാണ്, ഭയങ്കര തടിയുള്ളവർ, 12 അടി നീളമുണ്ടെന്നാണ് പറയുന്നത്. 12 അടി നീളമുള്ള മനുഷ്യരാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം തോന്നും. ആദം നബിക്ക് 60 അടി ഉണ്ടായിരുന്നു, സിത്തൂന ദിറാഅൻ എന്നാണ് ഹദീസ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു അത്ഭുതകരമായ മറ്റൊരു വാർത്ത മുത്തഫഖുൻ അലൈഹി ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിൽ മനുഷ്യന്മാര് നിങ്ങളുടെ പിതാവിനെ പോലെ 60 അടി നീളമുള്ള ആളുകളായിരിക്കും, അതിനെ തക്ക തടിയും ഉണ്ടാവും എന്ന് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീൻ എന്നുള്ള ആ കിതാബിൽ ഏറ്റവും ഒടുവിലെ ഹദീസുകളിൽ നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. സിത്തൂന ദിറാഅൻ, ആദം നബിക്ക് 60 അടി നീളം ഉണ്ടായിരുന്നത്. അപ്പം 60 അടി അതിനുള്ള തടിയും കൊണ്ടാകുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ഈ ഹൂദ് നബിയുടെ ആൾക്കാർ, ആദ് വർഗ്ഗക്കാരും 12 അടി നീളമുള്ള വലിയ മനുഷ്യന്മാരായിരുന്നു, വലിയ തടി ഉണ്ടായിരുന്നു. അവരതനുസരിച്ച് ആണും പെണ്ണും ഒക്കെ അങ്ങനെ, അവരുടെ കൃഷിയും വിളയൊക്കെ അങ്ങനെ തന്നെയായിരുന്നു.
അവരുടെ ഒരു അനാർപ്പണത്തിന്റെ തോടിൽ 10 പേർക്ക് സുഖമായി ഇരിക്കാമായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്ര വലിയ ഒരു അനാർപ്പഴം, അതിന്റെ തോട് പൊട്ടിച്ചാൽ ഒരു തോടിന്റെ ഒരു ഭാഗത്ത് 10 ആളുകൾക്ക് കയറിയിരിക്കാൻ പറ്റുന്ന അത്ര വലിയ അനാർപ്പഴം ഉണ്ടായിരുന്നു എന്നുള്ളത്. അവർ വലിയ തമ്പടിച്ചിട്ട് കുറ്റിയടിച്ചിട്ട് വലിയ വീതിയുള്ള ടെന്റൊക്കെ കെട്ടിയിട്ട് വലിയ കൊട്ടാരങ്ങളെ പോലെയുള്ള ടെന്റുകൾ കെട്ടി ജീവിച്ചിരുന്നവരായിരുന്നു. അധികായന്മാരും കൗശലക്കാരുമായിരുന്നതാണ്. അവരെ വെച്ചിട്ട് അല്ലാഹു തആല ആ സമൂഹങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് വേറെ പറയുന്നുണ്ട്. അത്ര കായിക ശേഷിയുള്ള ബലമുള്ള ആളുകളെ പിന്നെ നാട്ടിൽ പടച്ചിട്ടില്ല. അപ്പൊ അത്ര തണ്ടേടികളും നല്ല ആരോഗ്യ ദൃഢഗാത്രരുമായതുകൊണ്ട് ഹളറമൗത്തിന്റെ ചുറ്റുപാടുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും അവർ പിടിച്ചടക്കി. മാത്രമല്ല, ലോകത്തിന് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സംസ്കാരം സംഭാവന ചെയ്യാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു സംസ്കാരമാണ് യഥാർത്ഥത്തിൽ അവർ സംഭാവന ചെയ്തത്. പക്ഷെ ആ സംസ്കാരത്തിന്റെ ഇടയിൽ ഒരുപാട് കുഴപ്പങ്ങൾ. അവർ മഹാ അക്രമികളായിരുന്നു, നിഷ്ഠൂരന്മാരായിരുന്നു, ധാർമ്മികമായ സദാചാരങ്ങളെ പാലിക്കാത്ത ആളുകളായിരുന്നു. ബിംബാരാധന അവരുടെ ഒരു സ്വഭാവമായിരുന്നു എന്നുള്ളത്. 2-3 പ്രധാനപ്പെട്ട ബിംബങ്ങൾ, സമൂദ്, അൽഹത്താർ എന്ന് പറയുന്ന ബിംബങ്ങളൊക്കെ അവർ ആരാധിച്ചിരുന്നതായി ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആർഭാടമായിരുന്നു അവരുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. പൊങ്ങച്ചക്കാരായിരുന്നു അവർ. ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ്. ധിക്കാരവും നിഷേധവും പരാക്രമശാലികളായ ആളുകളാണ്. ഈ പറഞ്ഞ ആളുകൾ ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബി അവരിലേക്ക് അയക്കുന്നത്. വഇലാ ആദിൻ അഖഹും ഹൂദ, ആദിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ നാം പറഞ്ഞയച്ചു. ഖാല യാ ഖൗമി ഇബ്ദുല്ലാഹ്, അദ്ദേഹം വന്ന് പറഞ്ഞത് മോഹൻ നബി പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ. നിങ്ങൾ അവനിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. മരിച്ചു പോകുമെന്ന കാര്യം നിങ്ങൾ ഓർക്കുക. അതുകൊണ്ട് ഭൂമിയിൽ അഹങ്കാരവും പൊങ്ങച്ചവും ധാഷ്ട്യവും ധിക്കാരവും എന്നും കാണിച്ച് ഭൗതിക പൂജകരായി നിങ്ങൾ നടക്കരുത്. മാലക്കം മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ഇലാഹ് വേറെയില്ല. നിങ്ങൾ ഇന്നന്തുമില്ല മുഫ്തറോ, നിങ്ങൾ വെറുതെ വ്യാജം കെട്ടിച്ചമയ്ക്കുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ അങ്ങനെ വ്യാജമൊന്നും കെട്ടിച്ചമയ്ക്കേണ്ടതില്ല. യാ ഖൗമി ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇൻ അജ്രിയ ഇല്ലാ അലല്ലാഹി അല്ലദീ ഫതറനി അഫലാ തഅഖിലൂൻ. ഈ ഉപദേശം നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ്, അല്ലാതെ നിങ്ങളിലൊന്നും യാതൊരു പ്രതിഫലവും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു പ്രതിഫലവും ഞാൻ ചോദിക്കാതെ നിങ്ങളോട് ഗുണകാംക്ഷ കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം, ഈ നിഷ്ഠൂരമായ സ്വഭാവം കളയണം, എന്നിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം ജീവിതത്തിൽ പകർത്തണം, മറ്റു ജനങ്ങളെയും പരിഗണിക്കണം. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തന്നിട്ടുണ്ട്, അരുവികളുണ്ട്, അതുപോലെ തന്നെ പൂങ്കാവനങ്ങളുണ്ട്, വലിയ കൃഷിയിടങ്ങളുണ്ട്. നിങ്ങളിങ്ങനെ ധിക്കാരികളായി ജീവിക്കരുത് എന്ന് പറഞ്ഞ്, നിങ്ങൾ അങ്ങനെ ജീവിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുന്നതാണ്. യാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നബി പറഞ്ഞ അതേ വാചകങ്ങൾ എടുത്തു പറയാം. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും പിന്നെ അവനിലേക്ക് മടങ്ങുകയും ചെയ്താൽ ആകാശങ്ങൾ ധാരധാരയായി നിങ്ങൾക്ക് മഴ വർഷിച്ചു തരും. വയസിദുക്കും ഖുവ്വത്തുൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒരു ശക്തി അല്ലാഹു തന്നിട്ടുണ്ട്, അതിന്റെ കൂടെ നിങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ കുറ്റവാളികളായി എന്റെ ഉപദേശത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. ഖാലു, അവർ പറഞ്ഞു, യാ ഹൂദ് മാ ജിഅ്തനാ ബിബയ്യിനത്തിൻ വമാ നഹ്നു ബിതാരികി ആലിഹതിനാ അൻ ഖൗലിക വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഹൂദേ, നീ പറയുന്നതിന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവൊന്നും കൊണ്ടുവരുന്നില്ല. നിന്റെ വാക്ക് കേട്ടത് കൊണ്ട് മാത്രം ഞങ്ങൾ ഞങ്ങളുടെ പരദൈവങ്ങളെ ഉപേക്ഷിക്കാനും പോകുന്നില്ല, നിന്നെ ഞങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല. ഇന്നഖൂലു ഞങ്ങളുടെ ദൈവങ്ങളിൽ ഏതോ ഒരു ദൈവത്തിന്റെ ഒരു ദുശകനം കൊണ്ട് നിനക്ക് ശാപം ലഭിച്ചതുകൊണ്ടാണ് നീ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഖാല, ഹൂദ് നബി പറഞ്ഞു, ഇന്നി ഉഷ്ഹിദുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറയുന്നു. ഉഷ്ഹിദു, നിങ്ങളും സാക്ഷിയാകേണ്ടവരാണ്. അള്ളാഹുവിന് വേണ്ടി ഞാൻ സാക്ഷിയായിക്കൊണ്ട് പറയുന്നു, ഇതൊക്കെ നിങ്ങളുടെ തോന്യാസമാണ്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും, അങ്ങനെ ചെയ്യരുത്. ഇന്നി ബരീഉ മിമ്മാ തുശ്രികൂന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന ഈ എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ പരിശുദ്ധനാണ്, സ്വതന്ത്രനാണ്, ഞാൻ നിരപരാധിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഫഖീദൂനി ജമീഅൻ സുമ്മ ലാ തുൻദിറൂൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിരെ ഒരുപാട് കുതന്ത്രങ്ങൾ അവർ പ്രയോഗിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വേണ്ട കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിച്ചുള്ള, അതിനെ തടുക്കാൻ എനിക്ക് സമയം തരെയൊന്നും വേണ്ട. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നി തവക്കൽതു അലല്ലാഹി റബ്ബി വ റബ്ബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് നിങ്ങളുടെയും എന്റെയും രക്ഷിതാവായ അള്ളാഹുവിലേക്ക് ഞാനിതാ ഭാരമേൽപ്പിച്ചുകൊള്ളുന്നു. മാ മിൻ ദാബത്തിൻ ഇല്ലാ ഹുവ ആഖിദുൻ ബിനാസിയതിഹ, ഒരു കാര്യം മനസ്സിലാക്കണം,
അതായത് നെറുകയിൽ പിടുത്തമില്ലാത്ത ഒരു അള്ളാഹുവിന്റെ പിടുത്തം നെറുകയിലില്ലാത്ത ഒരു ജന്തുവും ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പിടുത്തം അള്ളാഹുവിന്റെ കയ്യിലാണ്. അവനൊന്ന് ഞെരുക്കിയാൽ തകലതും തകർന്നു പോകും എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ സർവതന്ത്ര സ്വതന്ത്രരല്ല, അള്ളാഹുവിന്റെ പിടുത്തത്തിൽ മാത്രം ജീവിക്കുന്ന നിങ്ങൾക്ക് കൊമ്പന്മാരാണ്, ഭയങ്കര ശക്തിയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തേർവാഴ്ച നടത്തരുത് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിന്റെ അടുത്താണ് നിങ്ങളെ എല്ലാ പിടുത്തവും എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്തിരിഞ്ഞു പോകുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, എന്നെ എന്ത് സന്ദേശവുമായിട്ടാണോ അയച്ചത് ആ സന്ദേശം ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നിരിക്കുന്നു. നിങ്ങൾ കേൾക്കാതെ പോകുകയാണെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് പകരം ഒരു ജനതയെ ഭൂമുഖത്ത് കൊണ്ടുവരാൻ സാധിച്ചേക്കും. എൻ്റെ രക്ഷിതാവ് അങ്ങനെ കൊണ്ടുവരുമെന്നുള്ളതാണ്. അവർ ചെയ്തിരുന്നത് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആളുകൾ ചെയ്തിരുന്നത് പോലെയാണ്. സൂറത്ത് ഷുഅറയിലെ ഹൂദ് നബി അവരോട് ചോദിക്കുന്നത്, അതബ്നൂന ബികുല്ലി റിഇൻ ആയതൻ തബഅസൂൻ, നിങ്ങൾ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി കണ്ട ഈ മലയടിവാരം മുഴുവനും എല്ലാ കുന്നും പ്രദേശങ്ങളും പ്രതാപത്തിന് ചിഹ്നമായ ഗോപുരങ്ങൾ കെട്ടിപ്പൊക്കുകയാണോ എന്നുള്ളതാണ്. വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ, നിങ്ങൾ വീടുണ്ടാക്കുമ്പോൾ എല്ലാ കാലവും ഇവിടെ ജീവിക്കാവുന്ന ഉള്ളവരിൽ വലിയ ആർഭാടപൂർണമായ വലിയ വീടുകൾ നിർമ്മിച്ചു വെക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാശ് ചെലവാക്കി 10,000-കണക്കിന് ഏക്കർ സ്ഥലങ്ങൾ വ്യാപിച്ചിടുന്ന ആളുകൾ അവിടെയൊക്കെ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ താമസിക്കാൻ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുന്നു. ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനം കൊണ്ട് അവിടെ നിന്ന് ഫിറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞങ്ങളാണ് ശക്തന്മാരായെന്ന് വിളിച്ചറിയിക്കുന്ന ഒരു പ്രതാപം നിങ്ങൾ കാണിക്കുന്നു. ഇതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യില്ല. ഇതാ ബതസ്തും ജബ്ബാരീൻ, നിങ്ങൾ ആരോടും ഇങ്ങനെ ശക്തി പ്രയോഗിക്കുകയാണെങ്കിൽ നിഷ്ഠൂരന്മാരായ അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്നു. ഫത്തഖുല്ലാഹ വഅതിഊൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയുന്നത്. വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅമലൂൻ, അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഇത്തരം അനുഗ്രഹങ്ങൾ അത് എടുത്തു പറയാണ്. അമദ്ദകും ബിഅൻആമിൻ വബനീന വജന്നാത്തിൻ വഅയൂൻ, നിങ്ങൾക്ക് കാലി സമ്പത്ത് തന്നു, അതുപോലെ സന്താന സൗഭാഗ്യം തന്നു, അതുപോലെ ഒരുപാട് കൃഷിയിടങ്ങൾ തോട്ടങ്ങൾ തന്നു, അതുപോലെ തന്നെ ഒരുപാട് അരുവികൾ ഒഴുകി തന്നു. ഇതൊക്കെ നിങ്ങൾക്ക് ലോകത്ത് മറ്റു പലർക്കും കൊടുക്കാത്ത സൗഭാഗ്യങ്ങൾ തന്ന് നിങ്ങളെ ഒരു മനുഷ്യ സമൂഹമായി ഇവിടെ വളർത്തി നിലനിർത്തുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങളും അനാവശ്യങ്ങളും നിങ്ങൾ കാണിക്കരുത്. അങ്ങനെയാൽ ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അളീം, ഒരു മഹത്തായ ഒരു ഭയങ്കരമായ ദിവസത്തിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഖാലൂ സവാഉൻ അലൈനാ അവഅൽത അം ലകം തകുൻ മിനൽ വാഇലീൻ, നീ ഞങ്ങളോട് വഅൽ പറഞ്ഞാലും കൊള്ളാം, വഅൽ പറഞ്ഞില്ലെങ്കിൽ, നീ ഞങ്ങളെ ഉപദേശിച്ചാലും കൊള്ളാം, ഉപദേശിച്ചില്ലെങ്കിലും കൊള്ളാം, ഞങ്ങളിത് കേൾക്കാൻ പോകുന്നില്ല. ഇന്ന ഹാദാ ഇല്ലാ ഖൽഖുൽ അവ്വലീൻ, ഇതൊക്കെ ഞങ്ങൾ ഈ ചെയ്യുന്ന ഏർപ്പാടൊക്കെ ഉണ്ടല്ലോ പണ്ട് തന്നെ ഇവിടെ നടന്നു വന്നിരുന്നതാണ്, പുതുതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവരെ നിഷേധിച്ചപ്പോൾ നാം അവരെ നശിപ്പിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ആ സൂറത്തുൽ ഹൂദിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, അതായത് അവര് നമ്മുടെ ആ ദൃഷ്ടാന്തങ്ങളെ എല്ലാ ധിക്കാരികളെയും അഹങ്കാരികളെയും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും പ്രവാചകനെയും നിഷേധിച്ചു പോയപ്പോ ആ ജനതയെ ദുനിയാവിലും അതുപോലെ പരലോകത്തും അവർക്ക് നാശം ശാപം ഒരു തുടർക്കഥയായി. അലാ ഇന്ന ആദൻ കഫറു റബ്ബഹും, അല്ലാഹുവിന്റെ ആ ദൃഷ്ടാന്തങ്ങളെ ആദ് നിഷേധിക്കുകയുണ്ടായി. അലാ ബുഅദൻ ലിആദി ഖൗമി ഹൂദ്, ഹൂദ് നബിയുടെ ആദ് ജനതയ്ക്ക് സർവത്ര നാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വരുത്തി വെച്ചത്, നാശം ഉണ്ടാക്കിയെന്ന്. ഫകദ്ദബൂഹു, വേറെ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫകദ്ദബൂഹു ഫഅലക്നാഹും ഇന്ന ഫീ ദാലിക ലആയാതൻ, അതിലൊരു ദൃഷ്ടാന്തമുണ്ട്. വളരെ ഘനഗംഭീരമായി സംസാരിക്കുന്ന പ്രൗഢഗംഭീരന്മാരായ ആളുകൾ, ഒരുപാട് കോട്ട കൊത്തളങ്ങളുടെ ഉടമകള്, ഒരുപാട് കൃഷിയിടങ്ങളുടെ അധിപന്മാര്, നല്ല സംസ്കാരത്തിന്റെ നായകന്മാര്, അതുപോലെ എല്ലാത്തിനും ശേഷിയുള്ള മനുഷ്യന്മാര്, ഭൂമിയിൽ ആധിപത്യം കൊണ്ട് തലയുയർത്തി നിന്ന വലിയ അധികായന്മാരായ മനുഷ്യർ. അടിച്ചു വീശുന്ന ഒരു കാറ്റ്, 7 രാത്രിയും
8 പകലും നിരന്തരമായി അടിച്ചു വീശുന്ന ഒരു കാറ്റ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതറൽ ഖൗമ ഫിഹാ സറഅ കഅന്നഹും മഅജാസു നഖ്ലിൻ ഹവിയ, അതായത് വെട്ടിതിട്ട ഈന്തപ്പനത്തടികൾ പോലെ 12 അടിയുള്ള മനുഷ്യൻ മരിച്ചിങ്ങനെ കിടക്കണതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വെട്ടിതിട്ട ഈന്തപ്പനത്തടികൾ പോലെ ആ കാറ്റിൽ അവിടെ താജാന ബഹുക്കൾ കടപുഴകി വീഴുന്നത് അന്നേരം നിനക്ക് കാണാമായിരുന്നു. എന്നിട്ടൊരു ചോദ്യം പ്രവാചകനോട് നമ്മളോട്, ഫഹൽ തറാ ലഹും മിൻ ബഖിയ, അവരിൽ നിന്ന് ആരെങ്കിലും നീ ഇന്ന് അവശേഷിച്ചതായി കാണുന്നുണ്ടോ? ലോക സംസ്കാരത്തിന്റെ വലിയവന്മാരായി അഭിനയിച്ചു നടന്ന ആളുകൾ എല്ലാത്തരം ധിക്കാരങ്ങളും ഉണ്ടായപ്പോ, പ്രവാചകനെ വിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ചപ്പോ, അവസാനം പ്രവാചകനെ നിഷേധിച്ച് തള്ളിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റടിപ്പിച്ചു. അതിൽ പേമാരി ഉണ്ടായി. മേഘം വന്നപ്പോ അവർക്ക് തോന്നിയത് ഞങ്ങൾക്ക് നല്ല മഴ വരാൻ പോകുന്നു. അത് അവസാനത്തെ മഴയായിരുന്നു. അതായത് ഈ വെട്ടിതിട്ട ഈന്തപ്പനത്തടികൾ പോലെ, പൊങ്ങുതടികൾ പോലെ അതവരവിടെ കിടക്കുന്നത് നിനക്ക് കാണാമായിരുന്നു പ്രവാചകരെ എന്ന വളരെ വല്ലാത്ത ഒരു സെന്റൻസ് ആണ്. ഫഹൽ തറാ ലഹും മിൻ ബഖിയ, പ്രവാചകരെ അല്ലെങ്കിൽ പ്രബോധന പ്രവർത്തകരെ, സത്യവിശ്വാസികളെ, ഖുർആന്റെ അനുയായികളെ, അവരിൽ ആരുടെയെങ്കിലും ബാക്കിപത്രം നിങ്ങൾ കാണുന്നുണ്ടോ? അവർ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. അവരൊരു ശാപം പിടിച്ചൊരു സമൂഹമായിട്ടാണ് നിങ്ങൾ അവരെ കുറിച്ച് പറയുന്നത്. ഇതിലൊരു സന്ദേശമുണ്ട്. ഇങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലൊക്കെ കാണിച്ചാൽ അവരെ ഇങ്ങനെ ചെയ്യാൻ കഴിവുള്ള രക്ഷിതാവാണ് നിങ്ങളെ വളർത്തുന്നത്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തോടുകൂടി സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്ന പരിപാടി അല്ലാഹു തആല നടത്തി. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടത്തും ഇറക്കും. നമ്മൾക്കറിയുന്ന പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കവും അതുപോലെ ഭൂമി കുലുക്കവും ഒക്കെ ഇറക്കാറുണ്ട്. മനുഷ്യന്റെ തോന്നിയാസം അള്ളാഹുവിന്റെ തൃപ്തിക്ക് അപ്പുറത്തേക്ക് മടന്നുപോയി അള്ളാഹുവിന്റെ ശാപം വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ, അത് നമ്മൾ പറയുന്നു ടൗൺ പ്ലാനിങ്ങിന്റെ കുഴപ്പമാണ്, മര്യാദക്ക് ഡ്രെയിനേജ് ഉണ്ടായിരുന്നെങ്കിൽ വരൂല എന്നൊക്കെ പറയും. നല്ല ഡ്രെയിനേജും ടൗൺ പ്ലാനിങ് നടത്തിയാൽ അല്ലാഹു തആല ഭൂമി പിടിച്ച് ഒന്ന് കുലുക്കും. പടച്ചതമ്പുരാൻ ഹിക്മത്താരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അനാവശ്യം കാണിച്ചിട്ട് ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, ധാർമ്മിക സദാചാര മൂല്യങ്ങളെ വിട്ടുകൊണ്ട് ഈ ദുന്യാവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അധ്വാനം നടത്തിയാൽ അവർക്ക് സംഭവിക്കാൻ പോകുന്നത് വലിയ കോട്ടകത്തളങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യ ഗോത്രത്തിന്റെ ചരിത്രം സത്യവിശ്വാസികളെ നിങ്ങൾ ഓർത്തുകൊള്ളണമെന്നുള്ളതാണ്. വലിയ 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 രമ്യഹർമ്മ്യങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് എല്ലാ കാലവും ജീവിച്ചു കളയാമെന്ന്, ആർഭാടപൂർണമായ ഒരു ജീവിതം നയിക്കാമെന്ന ഉദ്ദേശത്തോട് പണം ചെലവാക്കുമ്പോൾ, പണ്ട് ആദിനെ 7 രാത്രിയും 8 പകലും അടിച്ചു വീശിയ കൊടുങ്കാറ്റിൽ നശിപ്പിച്ച അതേ രക്ഷിതാവ് തന്നെയാണ് നമ്മുടെയും രക്ഷിതാവ്. അതേ രക്ഷിതാവ് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതേ രക്ഷിതാവ് തന്നെയാണ് നമുക്ക് ആഹാരം തരുന്നത്. അതേ രക്ഷിതാവ് തന്നെയാണ് നമുക്ക് സൗഭാഗ്യം തന്നത് എന്ന് ഓർക്കണം സത്യവിശ്വാസികളെ എന്നൊരു സന്ദേശമാണ് ഈ ആദ്യ ഗോത്രത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുന്നിൽ വെക്കുന്നത്. എന്നതിന് ഒരേ ഒരു പരിഹാരമാണ് പറയുന്നത്, നിങ്ങൾ വസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ യൂതൂബൂ ഇലൈഹി, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക, അവനിലേക്ക് മടങ്ങിക്കൊള്ളുക. അവിടെയാണ് വിജയം, അതാണ് ആശ്വാസം, അതാണ് ശാന്തി. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, ശാന്തമായ ഗഹനത്ത്, ശാന്തയോടെ ശാന്തഭവനത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം ഇസ്തിഗ്ഫാറും തൗബയുമാണ് എന്ന് വളരെ വളരെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ടാണ് നൂഹ് നബിയുടെയും ആദ്യ ഗോത്രത്തിന്റെയും കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെ അത് മനസ്സിലാക്കി അതിന്റെ സന്ദേശം ഉൾക്കൊണ്ട് അല്ലാഹുവിനോട് തഖ്വയുള്ളവരായി ജീവിക്കാൻ കരുണാവാരിധിയായ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക സുബ്ഹാനക ലാ നഹ്സീ തനാക മാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർലാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകാല ജനങ്ങളുടെ ഭാഗ്യ ദൗർഭാഗ്യങ്ങളുടെ കഥ നമ്മൾ പറഞ്ഞിരുന്നത്. അത് വെറും പുണ്യത്തിന് പാരായണം ചെയ്യാൻ മാത്രമല്ല, അതിൻ്റെ വരികളിലിടയിലുള്ള സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്
സമകാലിക മനുഷ്യരുടെ പ്രായോഗിക ജീവിതം സംതൃപ്തമാക്കാനുള്ള അധ്വാനത്തിന് വേണ്ടിയാണ്. ഇന്നലകളിൽ നടന്നത് വീണ്ടും ഇങ്ങനെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട്. ആ ജനതയും ഒരു പ്രാകൃതമായ ജനത, റസൂലിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് യൂഫ്രട്ടീസിനും തൈഗ്രീസിനും താഴ്വരയിലെ മെസ്സപ്പെട്ടോമിലുണ്ടായിരുന്ന നൂഹിന്റെ ജനത. പക്ഷെ ഒരു ബന്ധം അവർ നമ്മളിൽ തന്നിട്ടുണ്ട്. മനുഷ്യരാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്, വിശ്വസിക്കാനും നിഷേധിക്കാനും അവസരം നൽകപ്പെട്ട ആളുകളാണ്. വിശ്വസിച്ച ആളുകളെ രക്ഷപ്പെട്ടു. അവിടെ നൂഹ് നബിയെയും അനുയായികളെയും കപ്പലിൽ കയറ്റുന്നത് രക്ഷപ്പെടുത്തി. ഇവിടെ ഹൂദ് നബിയെ ആ സ്ഥലത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൂദ് നബിയും കുറച്ച് ആളുകളെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാ ആളുകളെയും നശിപ്പിച്ച് നാമാവശേഷമാക്കി. ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന സ്ഥലങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇന്നും. യമനിലേക്ക് പോകുമ്പോൾ, സൗദി യമനിലേക്ക് പോകുമ്പോൾ ഹദറമൗത്തിന്റെ അടുത്തൂടെ പോയാൽ നമുക്ക് ആ സ്ഥലം കാണാൻ കഴിയും. അവിടെ ഇപ്പോഴും അവശിഷ്ടങ്ങളുണ്ട്, ഒരുപാട് ചരിത്രാവശിഷ്ടങ്ങൾ. ഓരോ അവശിഷ്ടങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ ആളുകൾ മണ്ണടിഞ്ഞു വരികയും അവരുടെ സത്യനിഷേധമാണ്, കൊള്ളരുതായ്മ കൊണ്ടാണ്. അതുപോലെ നിങ്ങളും കൊള്ളരുതായ്മ കാണിച്ചാൽ മണ്ണടിഞ്ഞു പോകും. ദുന്യാവിൽ മണ്ണടിഞ്ഞു പോകണമെന്ന് തീരൂല, പരലോകത്ത് നിത്യമായ നരകത്തിലായി പോകും. ഇപ്പൊ സത്യവിശ്വാസത്തിന്റെ പിൻബലമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് സംഗതി. ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തു, അതുകൊണ്ട് മതിയാവുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഇതറിയാത്ത ഒരുപാട് ജനത ബാക്കിയുണ്ട്. നമ്മളിത് സ്വീകരിക്കുകയും മാതൃക കാണിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ തന്നെ വരണം, വിദ്യാഭ്യാസപരമായ ഉന്നത നിലവാരത്തിൽ വരണം. അതൊന്നും വേണ്ടതല്ല, ഭൗതിക താല്പര്യങ്ങൾ മാത്രം ആവരുത് എന്ന് മാത്രം. വിദ്യാഭ്യാസം, നാട്ടിൽ വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം തന്നെ കരസ്ഥമാക്കണം. അതിന് എന്ത് പണിയും ചെയ്യണം എന്നുള്ളതല്ല, സാലിഹായ വഴിയിലൂടെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസം. ജോലി, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ സർക്കാരുകൾ ഒരുപാട് സംവിധാനങ്ങൾ, സംവരണം, ഏർപ്പാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പോരുത്. ജോലി നമുക്ക് റിസർവ് ചെയ്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പല സ്ഥലത്തും മുസ്ലിം റിസർവേഷൻ ആളില്ലാത്ത അവസ്ഥകളുണ്ട്. എന്തുകൊണ്ടെന്നാൽ സമുദായത്തിൽ പഠിക്കാൻ താല്പര്യമില്ല. പെൺകുട്ടികൾ പഠിച്ചു വരുന്നു എന്നുള്ളത് ശുഭോദർക്കമായ കാര്യം. പക്ഷെ ആണുങ്ങളുടെ കാര്യത്തിൽ വളരെ പോക്കാണ്. പുതിയ തലമുറ പഠനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും അങ്ങനെ പടിഞ്ഞാറോട്ട് ഗൾഫിലേക്ക് നോക്കിയിരിക്കുന്നവർ. അത് പോരാന്നുള്ളതാണ്. വിദ്യാഭ്യാസം കൊണ്ട് ഒരു സമൂഹത്തിന് ഉയരാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉള്ള ഈമാന് തഖ്വയ്ക്കേ ബലം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. യാതൊരു വിദ്യാഭ്യാസവും ബോധമില്ലാതെ എന്തെങ്കിലുമൊക്കെ കേട്ട് പഠിച്ചത് കൊണ്ട് മാത്രം ഒരു ശക്തമായ ഈമാൻ നമുക്ക് നിലനിർത്താൻ പറ്റില്ല. വിവരമുള്ള ഈമാന് യഖീനുണ്ടാവും. യഖീനുള്ള ഒരു സംഗതിയെ, ദൃഢബോധ്യമുള്ള ഈമാൻ കൊണ്ടേ നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വിഷയം വരുമ്പോൾ മാറിപ്പോകുന്നുള്ളതാണ്. ഇപ്പൊ തന്നെ PSC പല ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ഒരുപാട് തലങ്ങളിൽ, എനിക്ക് നേരിട്ടറിയാവുന്ന ഒരുപാട് തലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് റിസർവ് ചെയ്ത സ്ഥാനത്തേക്ക് ആളില്ലാതെ കിടക്കുന്നതുണ്ട്. ഇപ്പോൾ PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്, പല വേക്കൻസികളുണ്ട്. അപ്പോൾ നമ്മളൊരു സംഗതി മനസ്സിലാക്കണം, വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ട്, നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇതിലേക്ക് കൈപിടിച്ചു വരുത്തുന്ന സാലിഹ അമലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെയും കൂടി ഇതിലേക്ക് കടത്തിക്കൊണ്ടുണ്ട്. വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതോടൊപ്പം തന്നെ ജോലിക്കും അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം. അപേക്ഷ എഴുതാനുള്ള ഓൺലൈനിലൊക്കെ അപേക്ഷ വരുമ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാത്തവർക്ക് കമ്പ്യൂട്ടറുള്ള ആളുകൾ വിളിച്ചു കൊണ്ടുവന്ന് കാണിച്ച് സൗകര്യം ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ ഒരു വിഭാഗത്തിന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ നല്ല മറ്റുള്ള ആളുകളെ ആശ്രയിക്കാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേ അന്തസ്സ് നിലനിർത്താൻ പറ്റുള്ളൂ. സ്വന്തം കാലിൽ നിൽക്കുമ്പോഴേ അഭിമാനം നിലനിർത്താൻ പറ്റുള്ളൂ. എന്നും ഈ സംവരണത്തിന്റെ പൂജയിൽ നിന്ന് കുടിച്ചു കളയാമെന്നൊന്നും ആരും ധരിക്കേണ്ടതില്ല. ഇവിടെ കോമ്പറ്റീഷനാണ്, ഭയങ്കരമായ കോമ്പറ്റീഷനാണ്. അപ്പൊ സത്യവിശ്വാസം നിലനിർത്തണമെങ്കിൽ സത്യവിശ്വാസികൾ ഉണർവോടുകൂടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ സത്യവിശ്വാസം തന്നെ തകർന്നു പോകുന്നുള്ളതാണ്. സമൂഹത്തിൽ സത്യവിശ്വാസം നിലനിന്നാലേ ഈ സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും പറ്റുള്ളൂ. നമ്മളൊരാൾ അല്ലെങ്കിൽ ഒരു കുടുംബം മാത്രം സത്യവിശ്വാസികളായി ജീവിക്കാൻ വിചാരിച്ച സാധ്യമല്ല. കാരണം ചുറ്റുപാട് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ട് നമ്മുടെ സത്യവിശ്വാസം ചോർന്നു പോകും. നല്ല സാലിഹായ കുടുംബങ്ങളിൽ നിന്ന് കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ, ബസ്സിലും ട്രെയിനിലൊക്കെ പോകുന്ന കുട്ടികൾ മൊബൈൽ ഫോണും അതുമൊക്കെ ആയിട്ട് എന്തെല്ലാം കുലുമാലാണ് ഉണ്ടാക്കി വെക്കുന്നത്. എന്തുകൊണ്ട് അവർ അങ്ങനെ പോകുന്നു ചോദിച്ചാൽ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ളത്. നമ്മുടെ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വീട്ടിൽ നിന്ന് മക്കനെയും തട്ടൊക്കെ ഇട്ട് പോയിട്ട് അതെടുത്ത് ബാഗിൽ വെച്ചിട്ട് മൊബൈൽ ഫോണുമായിട്ട് ഇങ്ങനെ വാഹനങ്ങളിൽ പോകുന്ന, കണ്ടവന്റെ ബൈക്കിന്റെ പിന്നാലെ കയറി പോകുന്ന മുസ്ലിം പെൺകുട്ടികൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ട് ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിശ്വാസം,
അത് വിശ്വാസത്തിന്റെ ഭാഗം. നമ്മുടെ പ്രവർത്തനവും ജീവിതവും അത് വേറെന്ന്. അതുകൊണ്ടാണ് അപ്പൊ വിശ്വാസം യഥാർത്ഥത്തിൽ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനം ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പതനമായിരിക്കും, നാശമായിരിക്കും എന്നുള്ളൊരു സംശയമില്ല. അപ്പൊ എല്ലാ നിലയ്ക്കും സത്യവിശ്വാസം സമകാലിക സമൂഹത്തിൽ നിലനിർത്തണമെങ്കിൽ ഈ ഓടുന്ന സമൂഹത്തോടെ നമ്മളും ജാഗ്രതയോടെ ഓടിക്കൊണ്ടിരിക്കണം, സ്വബോധത്തോടെ ഓടിക്കൊണ്ടിരിക്കണം, കൂടുതൽ ഊർജ്ജസ്വലതയോടെ. എന്നാലേ നമുക്ക് നിന്നേടത്തെങ്കിലും നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. സത്യവിശ്വാസികൾ ഈ സമൂഹത്തെ ഉദ്ധരിക്കാൻ വേണ്ടി, നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അവരുടെ സംസ്കാരവും അന്തസ്സും നിലനിർത്തണമെങ്കിൽ അവർ സമൂഹത്തിൽ മറ്റുള്ളവരോട് ചെന്നിട്ട് വിറകും വെട്ടി വെള്ളവും കോരി ഞങ്ങളെ ജോലിക്കെടുക്കണേ എന്ന് പറയുന്ന ആളുകളാവരുത് എന്നുള്ളതാണ്. അവര് അന്തസ്സോടെ തന്നെ നിലനിൽക്കാൻ. അത് ഈ രാജ്യത്തിനെതിരൊന്നുമല്ല. രാഷ്ട്ര പുരോഗതിക്കും രാഷ്ട്ര നിർമ്മാണത്തിനും ഒരു ജനസമൂഹം വളർന്നു വരേണ്ടത് അനിവാര്യമാണ്. നമുക്ക് നമ്മുടേതായ വലിയ പങ്ക് നിർവഹിക്കാനുണ്ട്. അതിനുള്ള എല്ലാ അവസരവും പ്രയോജനപ്പെടുത്തണം എന്നാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ ആനുഷംഗികമായി നിങ്ങളെ അറിയിക്കാനുള്ളത്. ഇസ്തിഗ്ഫാറും തൗബയുമാണ് നമുക്ക് വഴി കാണാനുള്ള മാർഗമെന്ന് പറയണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജൻ വ മിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. റവാഹു അബൂദാവൂദിൽ നിന്ന് ഇബ്നു അബ്ബാസ് വഴി രേഖപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ എപ്പോഴും മുറുകെ പിടിച്ചാൽ അല്ലെങ്കിൽ പതിവാക്കിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ പലപ്പോഴും പറഞ്ഞുതരാറുണ്ട്. അതായത് അതിൽ തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്, ഇസ്തിഗ്ഫാർ ഉണ്ട്, തൗബയുണ്ട്. 4 ചേർന്നിട്ടുള്ള റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അല്ലെങ്കിൽ അതൂബു ഇലൈക് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പറയാം. ഇത് നമ്മൾ ഹൃദയത്തിന്റെ മന്ത്രമായിട്ട് മാറ്റി കഴിഞ്ഞാൽ അള്ളാഹു പറയാം, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ. അല്ലാഹു വാഗ്ദാനം ചെയ്യാം, നിങ്ങളെ എല്ലാ കുടിസുകളും, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, കുടിസുകളിൽ നിന്ന് ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരും. വ മിൻ കുല്ലി ഹമ്മിൻ ഫർജ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനവും അല്ലാഹു തആല തരും. വർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്, അവൻ അറിയാത്ത മാർഗങ്ങളിലൂടെ അവന് ജീവിത വിഭവങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇസ്തിഗ്ഫാർ നൂഹ് നബി പറഞ്ഞത്, ഹൂദ് നബി പറഞ്ഞത്, സൂറത്തുൽ ഹൂദിലെ 3-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇസ്തിഗ്ഫാർ തൗബ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനയം. നാഥ, ഞാനൊരു പാവമാണ്, ഞാനൊരു നിസ്സഹായനാണ്, മനുഷ്യനാണ്, അതുകൊണ്ട് തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, നീ എന്നോട് പൊറുക്കണേ, ഞാൻ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. ശക്തി നിന്റെ അടുത്താണ്, കഴിവ് നിന്റെ അടുത്താണ്, അറിവ് നിന്റെ അടുത്താണ്, പ്രതാപം നിനക്കാണുള്ളത്, അന്തസ് നിനക്കാണുള്ളത്, എല്ലാം നിന്റെ കൈവശമാണ്. അതുകൊണ്ട് നീ അല്ലാതെ ഒരു ശക്തിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിൽ. മനുഷ്യന്റെ വിനയവും സത്യവിശ്വാസത്തിന്റെ അംഗീകാരവുമാണ് യഥാർത്ഥ ഇസ്തിഗ്ഫാർ. അത് നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഒരു മുദ്രയായി മാറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത്തരം ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഉന്നതന്മാരായ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കും. ഇന്നല്ലാഹ വമലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. اللهم ارض عن ابو بكر وعمر وعثمان وعلي بقيه اصحاب رسول الله اجمعين. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ വൻപാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികളും നീ പുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് മുന്നിലെത്തിച്ചേർന്ന ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ പൂങ്കാവനങ്ങളിലുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് തഖ്വയും ഹിദായത്തും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകണേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് അകലങ്ങളിൽ ജീവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ചവരെ നീ സംരക്ഷിച്ച് നേരായ മാർഗത്തിൽ തന്നെ നിലനിർത്തണേ തമ്പുരാനെ. ഞങ്ങളുടെ ആരോഗ്യവും സമ്പത്തും നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളും നീ ശിഫാക്കി തരണേ തമ്പുരാനെ. മാനസികമായും ശാരീരികമായും ഞങ്ങൾക്ക് ആരോഗ്യം നൽകണേ തമ്പുരാനെ. സന്താനങ്ങളിലും സമ്പത്തുകളിലും ഞങ്ങൾക്ക് നീ ഖൈർ, നന്മ വരുത്തി തരണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, നിന്റെ ഈ ഖുർആൻ ശരിയായ നിലയിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. രോഗികളായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ രോഗങ്ങൾ നീ എത്രയും പെട്ടെന്ന് ശിഫയാക്കണേ തമ്പുരാനെ. പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും കടങ്ങളുമായി കഴിയുന്ന ആളുകളുടെ പ്രയാസങ്ങളും കടങ്ങളും ഒക്കെ നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു കടത്തോടുകൂടി നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ നാഥ. റഹ്മാനായ തമ്പുരാനെ, സക്രാത്തുൽ മൗത്തിൽ ഞങ്ങൾക്ക് ആശ്വാസകരമായ ഒരു മരണം തരണേ തമ്പുരാനെ.
അല്ലാഹുവേ ഞങ്ങൾക്ക് ഖബറിടത്തിൽ വിശാലമായ ഒരു ഖബറിടം തരണേ തമ്പുരാനെ. പ്രകാശപൂരിതമായ ഒരു മഖബറ ജീവിതം ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. മഹ്ശറിൽ നിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിച്ച് സംതൃപ്തി വരാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് എപ്പോഴും നിന്റെ നോട്ടത്തിലാക്കി ഞങ്ങളെ വളർത്തിയെടുക്കണേ തമ്പുരാനെ. പൈശാചിക ദൗർബോധനങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ നാഥ. ഞങ്ങളെ ദുആ നീ തട്ടിക്കളയല്ല തമ്പുരാനെ. ഇത് സ്വീകരിച്ച് ഉത്തരം നൽകണേ നാഥ. ഈ ദുആ സ്വീകരിച്ച് ഉത്തരം നൽകണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.